നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനാണ്. ഒരു കൈകൊണ്ട് മുഖ്യമന്ത്രിയുടെ കഴുത്തിനും മറു കൈകൊണ്ട് എൻ്റെ പെങ്ങളുടെ സാരിക്കും പിടിച്ചു. എന്റെ കുഞ്ഞിനെ കൈയും കാലും കാണിച്ച് വെട്ടില് വീഴ്ത്തിയെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് എന്റെ കൊച്ചന്റെ ഭാവി നോക്കണ്ടായോ? ബഹുമാനക്കേടൊന്നും തോന്നരുത്. ഞാൻ ഇപ്പൊ ഈ സംസാരിക്കുന്നത് എന്റെ ചെറുക്കനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു കേൾക്കുന്ന പെണ്ണിന്റെ ചേട്ടനോടാ, അല്ലാതെ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടല്ല. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാ നിങ്ങളെ അങ്ങോട്ട് വരുത്താതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും ഇതും പറഞ്ഞ് സമയം നീട്ടാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ കൊച്ചും ഞങ്ങളുടെ കൊച്ചനും തമ്മിലുള്ള കല്യാണത്തിന് വിരോധമൊന്നുമില്ല. നമുക്കത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ഞങ്ങളുടെ കുഞ്ഞിന് നല്ല പദവിയുള്ളൊരു ഉദ്യോഗം ആദ്യം വാങ്ങി കൊടുക്കണം. വല്ല ഹൗസിംഗ് ബോർഡിലോ ട്രാൻസ്പോർട്ടിലോ MD ചെയർമാനോ എന്തെങ്കിലും ആക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായ ഒരു ഫസ്റ്റ് ക്ലാസ് ഉദ്യോഗം. അതിൽ താഴോട്ടുള്ള കളികളൊന്നും വേണ്ട. അങ്ങ് മനസ്സ് വെച്ചത് ചെയ്യണം. ഞങ്ങളുടെ പയ്യൻ അതിനേക്കാൾ യോഗ്യതയുള്ളവനാണ്. MA ഫസ്റ്റ് ക്ലാസ്. പിന്നെ 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 എന്താ ഇല്ലാത്തത്? പിന്നെ എന്താ? നിങ്ങളെ അധിക്ഷേപിക്കുകയാണെന്ന് തോന്നരുത്. നിങ്ങളുടെ പയ്യൻ നിങ്ങളോടും എൻ്റെ പെങ്ങൾ എന്നോടും അനുവാദം ചോദിച്ചിട്ടല്ല ഇതിനൊന്നും ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എൻ്റെ പെങ്ങൾ ഒരു മണ്ടിയും നിങ്ങളുടെ മകൻ ഒരു മഹാമിടുക്കനുമാണെന്ന്. ഒരു ഉപാധിയും കൂടാതെ ഉള്ള ഒരു അലയൻസിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതല്ലാതെ ഈ പേരിൽ ഒരു ലേലക്കച്ചവടത്തിനാണ് ഉദ്ദേശമെങ്കിൽ അത് നടപ്പില്ല, എന്നെ കിട്ടില്ല. എന്നാലേ ഈ കല്യാണം ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്കാ. അനുഭവിച്ചോ? മിസ്റ്റർ വിശ്വനാഥൻ, ഒരുപാട് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാ ഞാൻ ഈ സ്ഥാനത്തെത്തിയത്, അറിയാലോ. അതുകൊണ്ട് ഒച്ച വെച്ചെന്നെ പേടിപ്പിക്കല്ലേ. തൻ്റെ മകന്റെ കുഞ്ഞിനെ എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവൾക്ക് പ്രസവിക്കാം. മക്കളില്ലാത്ത എനിക്ക് സ്വന്തം കുഞ്ഞിനെ പോലെയാ എൻ്റെ കുഞ്ഞു പെങ്ങൾ. അവൾക്ക് പറ്റിപ്പോയ തെറ്റിന് ഞാൻ മാപ്പ് കൊടുക്കും. അവളെ അവളുടെ കുഞ്ഞിനെ ഞാൻ നോക്കും. നിങ്ങൾക്ക് പോകാം. പ്ലീസ് മാറടൂ.